ശ്രീമതി കാനത്തിൽ ജമീല നോട്ടീസ് നൽകിയിട്ടുള്ള രണ്ടാമത്തെ പ്രമേയം. ശ്രീമതി കാനത്തിൽ ജമീലയ്ക്ക് പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ്. സർ, ഭക്ഷ്യ പൊതുവിതരണ മേഖലയിൽ സംസ്ഥാനത്തോടുള്ള വിവേചനം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രമേയം. സംസ്ഥാനത്തിന് അർഹതപ്പെട്ട ഭക്ഷ്യധാന്യ വിഹിതവും മണ്ണെണ്ണയും അനുവദിക്കാതെയും ഭക്ഷ്യധാന്യ ടൈഡ് ഓവർ വിഹിതം വർദ്ധിപ്പിക്കാതെയും ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം പ്രകാരം ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുവാനുള്ള ടെൻഡർ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് മാത്രം പങ്കെടുക്കുവാൻ സാധിക്കുന്ന വിധത്തിൽ സപ്ലൈകോ അടക്കമുള്ള സർക്കാർ ഏജൻസികൾക്ക് വിലക്കേർപ്പെടുത്തുകയും പൊതുജനങ്ങൾക്ക് ദോഷകരമായിട്ടുള്ള തീരുമാനങ്ങൾ അടിച്ചേൽപ്പിച്ച് പൊതുവിതരണ രംഗത്ത് പ്രതിസന്ധികൾ സൃഷ്ടിക്കുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമങ്ങൾ തുടർന്നു വരുന്നു. സംസ്ഥാനത്തെ ജനങ്ങളോടുള്ള വിവേചനപരമായ തീരുമാനങ്ങൾ പിൻവലിക്കണമെന്നും അർഹതപ്പെട്ട അവശ്യ ഉൽപ്പന്നങ്ങൾ വെട്ടിക്കുറവ് വരുത്താതെയും കാലവിളംബം വരുത്താതെയും അനുവദിക്കണമെന്നും സംസ്ഥാന സർക്കാർ നിരവധി തവണ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇത്തരത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതിന് ശ്രമം നടത്തുമ്പോഴും പൊതുവിതരണം ഒരു പരിധിവരെ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചുകൊണ്ട് ഇക്കാര്യത്തിലും സംസ്ഥാന സർക്കാർ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റി വരുന്നു. എന്നാൽ സംസ്ഥാനത്തിൻ്റെ നിയന്ത്രണത്തിന് അതീതമായ കേന്ദ്ര സർക്കാർ പുലർത്തുന്ന വിവേചനപരമായ തീരുമാനങ്ങൾ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്ന സാഹചര്യം സംസ്ഥാനത്തുണ്ടായിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തോടുള്ള വിവേചനം അവസാനിപ്പിച്ച് അർഹതപ്പെട്ട ഭക്ഷ്യധാന്യങ്ങൾ, മണ്ണെണ്ണ എന്നിവയുടെ വിഹിതം വെട്ടിക്കുറവില്ലാതെ അനുവദിക്കണമെന്നും ടൈഡ് ഓവർ വിഹിതം വർദ്ധിപ്പിക്കണമെന്നും OMS സ്കീം സർക്കാർ ഏജൻസികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് പിൻവലിക്കണമെന്ന് ഈ സഭ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. ഇതാണ് സർ എൻ്റെ പ്രമേയം. പ്രമേയത്തെ പിന്താങ്ങേണ്ടതാണ്. ശ്രീ കാനത്തിൽ ജമീല നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. സർ, കേരളത്തെ പറ്റി വിലയിരുത്തുമ്പോൾ പൊതുവിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം, പൊതുവിതരണ സമ്പ്രദായം, ഇതാണ് സർ നമ്മളെ ഏത് കാലവും വിലയിരുത്തുന്നത്. പൊതുവിതരണ സമ്പ്രദായം എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ശക്തമായിട്ട് നടന്നു പോരുന്ന ഒരു സ്ഥിതിയായിരുന്നു മുൻകാലങ്ങളിലുണ്ടായിരുന്നത്. 1964 നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. സർ, കൊടിയ ഭക്ഷ്യക്ഷാമം നേരിടുന്ന സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യം നൽകണമെന്ന് കേരളത്തിൻ്റെ നിരന്തരമായിട്ടുള്ള ആവശ്യവും അതിൻ്റെ പിന്നിൽ വലിയ രീതിയിലേക്കുള്ള പ്രക്ഷോഭ സമരങ്ങളടക്കം അന്നത്തെ പാവപ്പെട്ടവൻ്റെ പടത്തലവൻ എന്നറിയപ്പെടുന്ന AKGയുടെ നേതൃത്വത്തിലടക്കം വലിയ സമരങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായി കണ്ടാണ് നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായം അനുവദിച്ചു കിട്ടിയിട്ടുള്ളത്. രാജ്യത്തെ വിദേശ നാണ്യം നേടിത്തരുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ, നാളികേരം, റബ്ബർ തുടങ്ങിയ ഇതേപോലെയുള്ള കാര്യങ്ങൾ, ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുവാൻ സാധിച്ചപ്പോൾ അത് വലിയ രീതിയിൽ വിദേശ നാണ്യം കേരളത്തിലേക്ക്, ഇന്ത്യ രാജ്യത്തിന് തന്നെ വലിയ മുതൽക്കൂട്ടാവുകയും ചെയ്തിട്ടുള്ളതാണ് സാർ. ആ കാലത്താണ് നമുക്ക് ഏറ്റവും ഭക്ഷ്യക്ഷാമം ഉണ്ടായിരുന്ന ഒരു കാലത്താണ് ഈ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായം നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ളത്. സർ, ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്ന ഈ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായം പിന്നീട് വലിയ രീതിയിലേക്ക് കുറഞ്ഞു പോവുകയും വലിയ ഭക്ഷ്യക്ഷാമം ഇപ്പം നേരിടുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ടാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. സർ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന നെഞ്ചിനാട് ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപം കൊള്ളുമ്പോൾ, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം രൂപീകരിക്കുന്ന സമയത്ത് തമിഴ്നാടിനോട് ചേർന്നപ്പോഴാണ് ഏറ്റവും വലിയ ഭക്ഷ്യക്ഷാമം നമുക്ക് നേരിട്ടിട്ടുണ്ടായിരുന്നത്. സർ, 1990 നരസിംഹറാവു ഗവൺമെൻറ് ഈ രാജ്യത്ത് ആഗോള നയങ്ങൾ നടപ്പിലാക്കാൻ ആരംഭിച്ചതോടെയാണ് സബ്സിഡികളിൽ നിന്നും ഗവൺമെൻറ് പിന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുള്ളത്. സർ, അതോടെ റേഷൻ സമ്പ്രദായം അടക്കം അവതാളത്തിലാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് 2013 രണ്ടാം UPA ഗവൺമെൻറ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി നിയമം NFSA നടപ്പിലാക്കിയതോടുകൂടി കേരളത്തിൽ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായത്തിൻ്റെ പതനം തുടങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ പല മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് സർ റേഷൻ സമ്പ്രദായം കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
ഏറ്റവും നല്ല രീതിയിൽ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള കാർഡ് പോലെ തന്നെ ന്യായവില ഷോപ്പ് എന്ന് റേഷൻ കാർഡിനെ അറിയുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള കാർഡും എല്ലാവർക്കും ഒരേ രീതിയിൽ ഭക്ഷ്യസാധനങ്ങൾ റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആർക്കും ഒരു പ്രയാസമില്ലാത്ത രീതിയിൽ കിട്ടുന്ന ആളോഹരി കണക്കിനായിരുന്നു അന്ന് ഭക്ഷ്യസാധനങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നത്. അങ്ങ് വഴങ്ങിയതാണോ? പ്ലീസ് പ്ലീസ്. കാനത്തിൽ ജമീല വഴങ്ങിയതാണോ? സർ വഴങ്ങിയ. മൈക്ക് കൊടു. കേരളീയനായ ഒരു മന്ത്രിയായിരുന്നു കേന്ദ്ര സിവിൽ സപ്ലൈസ് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് എന്ന കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? AK ആന്റണി ആയിരുന്നു അന്ന് കേരളത്തിലെ ഭക്ഷ്യമന്ത്രി. സിവിൽ സപ്ലൈസ് മന്ത്രി AK ആന്റണി ആയിരുന്ന കാലത്താണ് APL BPL. ഞാൻ രാഷ്ട്രീയമൊന്നുമല്ല പറയുന്നത്, ഞാൻ രാഷ്ട്രീയം പറഞ്ഞതല്ല. നമുക്ക് ഈ പ്രമേയം ഐക്യകണ്ഠേന പാസ്സാക്കേണ്ടതാണ്. നമുക്ക് വെള്ളിയാഴ്ച ദിവസമാണ്, സമയത്ത് അവസാനിപ്പിക്കണം. ഒരു രാഷ്ട്രീയ പാർട്ടി ഷംസുദ്ദീൻ നയം അതിനനുസരിച്ചുകൊണ്ട് ഓരോ കാലഘട്ടത്തിലും മാറ്റമുണ്ടായിരിക്കാം. അന്ന് ഈ പോലെ AK ആന്റണി ആയിരുന്നു അന്ന് ഭക്ഷ്യ സിവിൽ മന്ത്രി എന്നുള്ളതാണ്. APL BPL ആയിട്ട് തിരിച്ചതോടുകൂടെ കാർഡിന്റെ കളർ മാറ്റവും ഉണ്ടായി. നീല കാർഡ്, പിങ്ക് കാർഡ്, മഞ്ഞക്കാർഡ്, വെള്ളക്കാർഡ് എന്ന് പറയുന്നത് പോലെ തന്നെ ജനങ്ങളെ തരംതിരിക്കുന്ന ഒരു രീതിയിലായിരുന്നു റേഷൻ സമ്പ്രദായം പോയിട്ടുള്ളത്. വലിയ പ്രയാസം അതിനുശേഷം ജനങ്ങൾക്കുണ്ടായി. BPL കാർഡിൽ ഉൾപ്പെടുത്തേണ്ടവരെ BPL കാർഡിലേക്ക് ഏറ്റവും ദരിദ്രരായിട്ടുള്ളവരടക്കം BPLന് പുറത്തു പോകുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു. കേരളത്തിൽ അതെല്ലാം തന്നെ പരിഹരിച്ചു വരുന്ന ഒരു സ്ഥിതി ഉണ്ടായി. മാത്രമല്ല സർ, ഭക്ഷ്യധാന്യം 16.25 ലക്ഷം മെട്രിക് ടണ്ണിൽ നിന്നും 14.25 ലക്ഷം മെട്രിക് ടണ്ണായി വെട്ടിക്കുറക്കപ്പെട്ടു. ആ കാലത്ത് 2 ലക്ഷം മെട്രിക് ടണ്ണാണ് UPA ഗവൺമെന്റിന്റെ ഈ നിയമം നടപ്പാക്കിയതിനു ശേഷം സംസ്ഥാനത്ത് നഷ്ടമായത് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. കൂടാതെ ടൈഡ് ഓവർ വിഹിതം നിർത്തലാക്കി. ഇതുമൂലം 57% വരുന്ന മുൻഗണനേതര കാർഡുകൾക്ക് നൽകി വരുന്ന നാമമാത്രമായ റേഷൻ പ്രതിസന്ധിയിലാവുകയാണ് സർ ആ കാലത്തുണ്ടായിട്ടുള്ളത്. ശേഷം 2014 BJP ഗവൺമെന്റ് അധികാരത്തിൽ വരികയാണ്. BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം വൈരനിര്യാതന ബുദ്ധിയോടെയാണ് കേരളത്തെ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രയാസത്തിൽ ഇന്ന് നമ്മളെ എത്തുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രളയകാലത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള അരിയുടെ വിഹിതമടക്കം, അരിയുടെ പണമടക്കം ചോദിച്ചു വാങ്ങുന്ന ഒരു സ്ഥിതിയിലാണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഒരു ബ്രാൻഡ് ഇറക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ട് തെരഞ്ഞെടുപ്പിന്റെ ബ്രാൻഡായിട്ടാണ് ഭാരത് ബ്രാൻഡ് അരി എന്ന പേരിൽ രാജ്യത്ത് ഇറക്കിയിട്ടുള്ളത്. FCI ഗോഡൌണുകളിൽ സംഭരിച്ചിട്ടുള്ള അരി ഓപ്പൺ മാർക്കറ്റിംഗ് സെയിൽസ് സ്കീം വഴി ടെൻഡർ പങ്കെടുത്ത് സപ്ലൈകോ അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് കിലോയ്ക്ക് 24 രൂപയ്ക്ക് അരി നൽകുകയും അതിന് 1 രൂപ കുറച്ച് 23 രൂപയ്ക്ക് സംസ്ഥാനത്ത് വിതരണം ചെയ്തിരുന്നു. എന്നാൽ OMS സ്കീമിൽ സംസ്ഥാന സർക്കാർ ഏജൻസികളെ വിലക്കുകയും പകരം സ്വകാര്യ ഏജൻസികൾക്ക് പങ്കെടുക്കുവാൻ അനുമതി നൽകുകയും ചെയ്തു. ഇതുവഴി ഇവർക്ക് കിലോക്ക് 18.59 രൂപക്കാണ് അരി നൽകുകയും 29 രൂപ പൊതു വിപണിയിൽ സ്വകാര്യ ഏജൻസികൾ മുഖേന ഭാരത് റൈസ് എന്ന പേരിൽ വിതരണം ചെയ്യാൻ അനുമതി നൽകുകയും ചെയ്തു. എന്നാൽ ഇവർക്ക് സർ കേന്ദ്രം നൽകിയിട്ടുള്ള കിലോക്ക് 18.59 18 രൂപ പൈസ നിരക്കിൽ സംസ്ഥാനത്ത് ഏജൻസികൾക്ക് ലഭിക്കുകയാണെങ്കിൽ വെറും 22 രൂപക്ക് വിപണിയിൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന അരിയായിരുന്നു. എന്നാൽ സ്വകാര്യ ഏജൻസികളെ ഇതിൽ ടെൻഡറിൽ പങ്കെടുക്കുവാൻ അനുവദിക്കാതെയാണ് ഭാരത് റൈസിന്റെ ഒരു പരിപാടി. സർ, ഇത് BJP ഗവൺമെന്റ് കളിച്ചിട്ടുള്ള ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രീയ കളിയാണ്. അത് മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ഏറ്റവും വലിയ അഴിമതി കൂടിയാണ് എന്നുള്ളതാണ് സർ ഇതിനെ കാണേണ്ടത് എന്നുള്ളതാണ് ഈ കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. സർ, റേഷൻ വിതരണം ചെയ്യുന്നതിനായി സംസ്ഥാന സർക്കാർ ഒരു വർഷം ചെലവാക്കുന്നത് 912 കോടിയാണ് ചെലവിടുന്നത്. എന്നാൽ 86 കോടി മാത്രമാണ് കേന്ദ്ര വിഹിതമായിട്ട് ഇന്ന് അനുവദിക്കുന്നത്. ഇത് വലിയ പ്രയാസത്തിലേക്ക് തന്നെയാണ് സർ പോകുന്നത്.
10-1 തുക മാത്രമാണ് കേന്ദ്രം ഇന്ന് അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സർ 10-1 എന്ന് പറയുമ്പോൾ ആ 10-1 മാത്രം കൊടുക്കുന്ന സ്ഥിതിയിലാണ് ഓരോ കടകളുടെ പ്രധാനമന്ത്രി മോദിയുടെ സെൽഫി പോയിന്റ് വേണമെന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ സർ, എത്ര നിന്നയാണ്, എത്ര മോശമായിട്ട് ഭക്ഷ്യധാന്യങ്ങളുടെ വിലയിരുത്തൽ. സർ ഇതിന്റെ ഒരു ചെലവ് നോക്കാം. വെള്ളിയാഴ്ചയാണ് സർ, ഞാൻ നിർത്താം. ഇതുകൂടെ ഒന്ന് പറയട്ടെ സർ. ഭക്ഷ്യധാന വില ഇനത്തിൽ 336 കോടി കേരളം ചെലവാക്കുന്നതാണ് സർ. റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ 324 കോടി, ട്രാൻസ്പോർട്ടേഷൻ മറ്റ് കൈകാര്യ ചെലവും ഗോഡൌൺ വാടക അനുബന്ധ ചെലവുകൾ 252 കോടി തുടങ്ങി ആകെ 912 കോടി രൂപ സംസ്ഥാന സർക്കാർ റേഷൻ വിതരണം ചെയ്യുന്നതിനായി ചിലവിടുന്നുണ്ട്. ഇതിൽ 86 കോടി മാത്രമാണ് സർ സർക്കാർ തരുന്നത്. ഇതാണ് സർ ഞാൻ ഈ പ്രമേയം അവതരിപ്പിക്കുവാനുള്ള ഒരു കാര്യം. ഈ പ്രമേയം അവതരിപ്പിച്ച് ഈ സഭ ഐക്യകണ്ഠമായിട്ട് കേന്ദ്രം നമ്മളോട് കാണിക്കുന്ന ഈ അവഗണന അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഈ പ്രമേയത്തിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഐക്യകണ്ഠേന ഇത് അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുക.